ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് മലയാളം സാഹിത്യം, സംസ്കാരം, കലാകായികം എന്നിവയെ കുറിച്ചിട്ടാണ്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ്. ഓക്കെ, നമ്മൾ ഇപ്പോൾ തന്നെ കുറച്ച് ചരിത്രങ്ങൾ, ഏകദേശം മുഴുവൻ ചരിത്രം, ലോകം, ഇന്ത്യ, കേരളം എന്നിവയുടെ ചരിത്രം, ഭരണഘടന, പിന്നെ ഒരു ബയോളജി ക്ലാസ്, ഇത്രയും ക്ലാസ്സുകൾ തീർന്നു. ഇനി നമുക്ക് മലയാളം സാഹിത്യം, സംസ്കാരം, കലാകായികം എന്നിവയെക്കുറിച്ച് പറയാം. പക്ഷെ ഒരുപാട് നീട്ടി വലിച്ചുള്ള ക്ലാസ് അല്ലായിരിക്കാം. നമ്മൾ പരമാവധി ചുരുക്കിയിട്ടാ പോവുക. ശരി, അതിന് മുമ്പ് നമുക്ക് എന്ത് നോക്കാം? കുറച്ച് കറണ്ട് അഫേഴ്സ് മാത്രം നോക്കിയതിന് ശേഷം അടുത്ത ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയിലൂടെ സഞ്ചരിക്കുന്ന ആഡംബര കപ്പൽ ഏതാണ്? ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയിലൂടെ സഞ്ചരിക്കുന്ന ആഡംബര കപ്പലാണ് ഗംഗാ വിലാസ് എന്നത്. ഓക്കെ, ഗംഗാ വിലാസ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയിലൂടെ സഞ്ചരിക്കുന്ന ആഡംബര കപ്പൽ, റിവർ ക്രൂയിസ് ആണ് ഗംഗാ വിലാസ് എന്നത്. ഒഡീസയിൽ റൂർക്കലയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ബിർസ മുണ്ട സ്റ്റേഡിയം ഏത് കായിക ഇനത്തിനു വേണ്ടി മാത്രമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമാണ്? ഏതിനുള്ളതാണ്? ഹോക്കിക്കുള്ളതാണ്. ഓക്കെ, ഹോക്കിക്കുള്ളതാണ്. ഇന്ത്യൻ നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേ ആയി ആചരിക്കുന്ന ദിവസം ഏതാണ്? ജനുവരി 16 ആണ്. ജനുവരി 16. ഇസ്രയേലിലെ യുദ്ധഭൂമിയിൽ നിന്ന് ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാനുള്ള ദൗത്യം ഏതായിരുന്നു? ഓപ്പറേഷൻ അജയ്. ഇസ്രയേലിൽ നിന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ള ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ അജയ് എന്ന് പറയുന്നത്. ഓക്കെ, സൈബർ സുരക്ഷയുടെ ദേശീയ അംബാസിഡറായി നിയമിതയായ സിനിമാ താരമാണ് രശ്മിക മന്ദാന. ആരാണ്? രശ്മിക മന്ദാന. സൈബർ സുരക്ഷയുടെ ദേശീയ അംബാസിഡർ ആരാണ്? രശ്മിക മന്ദാന. അടുത്തത്, ചേരിചേര പ്രസ്ഥാനത്തിന്റെ 19ാം ഉച്ചകോടി നടന്നത് എവിടെയാണ്? കപാല. ചേരിചേര പ്രസ്ഥാനത്തിന്റെ 19ാം ഉച്ചകോടി നടന്നത് കപാലയിൽ വെച്ചിട്ടായിരുന്നു. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പുറത്തുവിട്ട പ്രഥമ ഹിമപ്പുലി കണക്കെടുപ്പ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ഹിമപ്പുലികളുള്ള ഇന്ത്യയിലെ പ്രദേശമാണ് ലഡാക്ക് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ രണ്ടാമത്തെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം സ്ഥാപിക്കുന്ന കുലശേഖരപട്ടണം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാടാണ്. ശ്രദ്ധിച്ചോളി, ഇന്ത്യയിലെ രണ്ടാമത്തെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം സ്ഥാപിക്കുന്ന കുലശേഖരപട്ടണം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളത്തിനടിയിലൂടെയുള്ള മെട്രോ ടണൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2024 മാർച്ച് 6 ഉദ്ഘാടനം ചെയ്തു. അത് എവിടത്തേതായിരുന്നു? കൊൽക്കത്തയിലായിരുന്നു. അപ്പൊ നമ്മൾ മെട്രോ ടണൽ വെള്ളത്തിനടിയിലൂടെ എന്ന് ഓർത്താ നമ്മൾ ചിന്തിച്ചാൽ മതി, അത് കൊൽക്കത്തയിലായിരിക്കും എന്ന് ചിന്തിച്ചാൽ മതി. ഓക്കെ, ഗംഗയാൻ മിഷന്റെ ഭാഗമായി ISRO വികസിപ്പിച്ചെടുത്ത ഹ്യൂമനോയിഡ് റോബോട്ട് ഏതാണ്? ഹ്യൂമനോയിഡ് റോബോട്ടാണ് വോം മിത്ര എന്ന് പറയുന്നത്. ഗംഗയാൻ മിഷന്റെ ഭാഗമായി ISRO വികസിപ്പിച്ചെടുത്ത ഹ്യൂമനോയിഡ് റോബോട്ടാണ് വോം മിത്ര എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സംസ്ഥാന സർവീസിലെ വനിതാ സംവരണം 35% ഉയർത്തിയ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. 35% സംസ്ഥാന സർവീസിലെ വനിതാ സംവരണം 35% ഉയർത്തിയ സംസ്ഥാനമാണ് മധ്യപ്രദേശ് എന്ന് പറയുന്നത്. പാർലമെന്റിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി നിയമിതനായ ലോക്സഭാ അംഗമാണ് രാഹുൽ ഗാന്ധി. പാർലമെന്റിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി നിയമിതനായ ലോക്സഭാ അംഗമാണ് രാഹുൽ ഗാന്ധി. തദ്ദേശീയ ഇനം പശുക്കൾക്ക് രാജമാതാ ഗോമാതാ പദവി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ത്യയിലെ സ്മാർട്ട് സിറ്റീസ് മിഷന് വേണ്ടി പിന്തുണ നൽകാനായി വിക്ഷേപിച്ച ഉപഗ്രഹമാണ് GSAT-20 എന്ന് പറയുന്നത്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് LIC ആരംഭിച്ച ഒരു പദ്ധതിയാണ്. 2024 ഡിസംബറിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് ഭീമ ശക്തി യോജന എന്ന് പറയുന്നത്. ഭീമ ശക്തി യോജന. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. ഓക്കെ, നമുക്ക് ഒരുപാട് നീട്ടിക്കൊണ്ടുപോയി പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ക്ലാസ് മറ്റേ നമ്മുടെ മെയിൻ ടോപ്പിക് കുറയും. അതുകൊണ്ട് നമുക്ക് ഇനി ടോപ്പിക്കുകളിലേക്ക് കടക്കാം. ആദ്യം കലകൾ. ഓക്കെ, കലകൾ എന്താണ്? കലകളെ 3ആയി തരംതിരിക്കുക. ഏതൊക്കെയാണ്? ദൃശ്യകല, ശ്രാവ്യകല, ദൃശ്യശ്രാവ്യ കല എന്ന് പറയുന്നത്. അതായത് നമ്മൾ കണ്ടുകൊണ്ടുള്ള കലകളും കേട്ടുകൊണ്ടുള്ള കലകളും കണ്ണും കേട്ടും അനുഭവിക്കാൻ കഴിയുന്ന കലകളും. ദൃശ്യകലകളിൽ എന്തൊക്കെ വരും? ചിത്രകല വരും, ശില്പകല വരും, വാസ്തുവിദ്യ വരും, കരകൗശല വിദ്യ വരും. ഇവയൊക്കെ നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ശ്രാവ്യ കലയിൽ ഏതൊക്കെയാണ്? സോപാന സംഗീതം, കർണാടക സംഗീതം, നാടൻപാട്ട്, മറ്റെല്ലാ സംഗീതങ്ങളും ശ്രാവ്യ കലയിൽ പെടും.
ദൃശ്യശ്രാവ്യ കലകളിൽ ഏതാ പെടുക? നൃത്തങ്ങൾ പെടും. അതിൽ നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. നാടകങ്ങൾ പെടും, സിനിമകൾ പെടും. ഇവയൊക്കെ എന്തിനു പെടും? ദൃശ്യശ്രാവ്യ കലകളിൽ പെടും. ഓക്കെ, നമുക്ക് നോക്കാം. കേരളത്തിലെ തനത് സംഗീത ശൈലി ഏതാണ്? കേരളത്തിലെ തനത് സംഗീത ശൈലിയാണ് സോപാന സംഗീതം എന്ന് പറയുന്നത്. സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ഉപകരണം ഇടയ്ക്കയാണ്. കേരളത്തിൽ സോപാന സംഗീതത്തിന്റെ പ്രധാന വക്താവ് എന്ന് പറയുന്നത് നെരളത്ത് രാമപൊതുവാളാണ്. കർണാടക സംഗീതത്തിന്റെ പിതാവ് പുരന്ദരദാസ് ആണ്. കർണാടക സംഗീതത്തിലെ അടിസ്ഥാന രാഗങ്ങൾ എന്ന് പറയുന്നത് 72 സ്വരങ്ങളുടെ എണ്ണം 7. സ രി ഗ മ പ ധ നി എന്ന് പറയുന്നതാണ് കർണാടക സംഗീതത്തിലെ സ്വരങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്. ഇനി ലളിതകലക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ചിത്രകല, ശില്പകല എന്നിവയാണ് ലളിതകലയ്ക്ക് ഉദാഹരണം. കഥകളിയുടെ മുൻഗാമിയായി അറിയപ്പെടുന്ന കലാരൂപം ഏതാണ്? രാമനാട്ടം. കഥകളിയുടെ മുൻഗാമിയായി അറിയപ്പെടുന്ന കലാരൂപമാണ് രാമനാട്ടം. രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? കൊട്ടാരക്കര തമ്പുരാൻ. രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവാണ് കൊട്ടാരക്കര തമ്പുരാൻ. ഏത് കലാരൂപത്തിൽ വെട്ടത്തു രാജാവ് വരുത്തിയ പരിഷ്കാരങ്ങളാണ് വെട്ടത്തു സമ്പ്രദായം എന്നറിയപ്പെടുന്നത്? കഥകളിയിലാണ്. കഥകളി. അപ്പൊ രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് കൊട്ടാരക്കര തമ്പുരാനാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി കഥകളിയുടെ ഉണ്ട് എന്ന് അറിയിക്കുന്ന ആ മുൻപ് നടക്കുന്ന ആ ചടങ്ങിനെയാണ് എന്തെന്ന് പറയാ? കേളികൊട്ട് എന്ന് പറയാ. അവസാന ചടങ്ങാണ് ധനാശി. ധനാശി എന്നത് അവസാന ചടങ്ങും മുൻപ് നടക്കുന്നത് കേളികൊട്ടുമാണ്. കഥകളിയിലെ പ്രധാന പാട്ടുകാരൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പൊന്നാനി. പൊന്നാനി. കഥകളിയുടെ സാഹിത്യ രൂപത്തെയാണ് ആട്ടക്കഥ എന്ന് പറയുന്നത്. കഥകളിയുടെ സാഹിത്യ രൂപത്തെയാണ് ആട്ടക്കഥ എന്ന് പറയുന്നത്. കേരള ശാകുന്തളം എന്നറിയപ്പെടുന്ന ആട്ടക്കഥയാണ് നളചരിതം. കേരള ശാകുന്തളം എന്നറിയപ്പെടുന്ന ആട്ടക്കഥയാണ് നളചരിതം. അത് രചിച്ചത് ഉണ്ണായി വാര്യരാണ്. ആരാണ് അത് രചിച്ചത്? ഉണ്ണായി വാര്യരാണ്. നമ്മൾ പറഞ്ഞ അവസാനത്തേന് എന്താണ്? കഥകളിയുടെ ലാസ്റ്റ് ധനാശി പാടുക എന്ന് പറഞ്ഞു. ഇനി 1930 കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാരാണ്? വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദൻ രാജ. ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് കലാമണ്ഡലം സ്ഥാപിച്ചത്. അതിനെ കുറിച്ച് നമ്മൾ ക്ലിയർ ആയിട്ട് വേറെ പറയുന്നുണ്ട്. ഓക്കെ, കേരളത്തിന്റെ തനത് കലാരൂപമാണ് കഥകളി. രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാനാണ്. കഥകളിയുടെ മുൻപ് അറിയപ്പെട്ടിരുന്നത് രാമനാട്ടം എന്നാണ്. കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. കഥകളിയിലെ അവസാന ചടങ്ങാണ് ധനാശി. കഥകളിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങളാണ് ചെണ്ട, മദ്ദളം, ചേങ്ങില, ഇലത്താളം, ഇടക്ക. ചെണ്ട, മദ്ദളം, ചേങ്ങില, ഇലത്താളം, ഇടക്ക. കഥകളിയുടെ വേഷങ്ങൾ ഏതൊക്കെയാണെന്ന് പറയും? പച്ചയുണ്ട്, കത്തിയുണ്ട്, താടിയുണ്ട്, കരിയുണ്ട്, മിനുക്കുണ്ട്. 5 വേഷങ്ങളാണ്: പച്ച, കത്തി, താടി, കരി, മിനുക്ക്. താടിയിൽ തന്നെ 3 ഉണ്ട്: വെളുത്ത താടി, ചുവന്ന താടി, കറുത്ത താടി. കറുപ്പ് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ദുഷ്ടന്മാരാണ് എന്നുള്ളത്. പച്ച എന്ന വേഷം എന്താണ്? പച്ച ദേവന്മാരെയും മുനിമാരെയും അതുപോലെ നല്ല കഥാപാത്രങ്ങളെ കുറിക്കുന്നതാണ് പച്ച എന്ന് പറയുന്നത്. ഈ ശിവൻ, കൃഷ്ണൻ, രാമൻ, അർജുനൻ എന്നിവരാണ് പച്ചയിൽ വരുന്നത്. കത്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കത്തി എന്താണ്? ദുഷ്ട കഥാപാത്രങ്ങളെയാണ് കത്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. താടിയിൽ 3 താടി എന്ന് പറഞ്ഞു. അതിൽ വെളുത്ത താടി വരുന്നത് ഹനുമാനും, ചുവന്ന താടി വരുന്നത് ഭഗൻ, ബകാസുര എന്നിവരും, കറുത്ത താടി വരുന്നത് ദുഷ്ടകഥാപാത്രമായ വേടൻ എന്നിവരുമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു കറുത്ത താടി ആരെയാണ് ഉദ്ദേശിക്കുന്നത്? നായാട്ടുകാര്, അങ്ങനെ പിന്നെ ബാക്കി ദുഷ്ട കഥാപാത്രങ്ങൾ എന്നിവരെയൊക്കെയാണ് കറുത്ത താടി ഉദ്ദേശിക്കുന്നത്. കരി എന്ന് പറയുന്ന വേട്ടക്കാര്, വനവാസികള് എന്നീ ആൾക്കാരിനെയാണ്, ഉള്ളിൽ താമസിക്കുന്നവരെയാണ് കരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിനുക്ക് എന്ന് പറയുന്നത് സ്ത്രീ കഥാപാത്രങ്ങളാണ്. സീത എന്നിങ്ങനെയുള്ള സ്ത്രീ കഥാപാത്രങ്ങളെയാണ് മിനുക്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് കൂടിയാട്ടം. കൂടിയാട്ടം അഭിനയത്തിന്റെ അമ്മ, കലകളുടെ മുത്തശ്ശി എന്നറിയപ്പെടുന്ന ആരാണ്? കൂടിയാട്ടമാണ്. അഭിനയത്തിന്റെ അമ്മ, കലകളുടെ മുത്തശ്ശി എന്നറിയപ്പെടുന്നത് കൂടിയാട്ടമാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഭാരതീയ നൃത്തമാണ് ഇത്. 2001 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയത്. കൂടിയാട്ടം, അഭിനയത്തിന്റെ അമ്മ, കലകളുടെ മുത്തശ്ശി എന്നിവ അറിയപ്പെടുന്നത് എന്താണ്? കൂടിയാട്ടം. കൂടിയാട്ടത്തിന്റെ കുലപതി എന്താണ്? അമ്മന്നൂർ മാധവ ചാക്യാർ. കൂടിയാട്ടത്തിന്റെ കുലപതിയാണ് അമ്മന്നൂർ മാധവ ചാക്യാർ. കൃഷ്ണനാട്ടം കോഴിക്കോട് മാനവ രാജാവ് രൂപപ്പെടുത്തിയ നൃത്തശില്പമാണ് കൃഷ്ണനാട്ടം എന്ന് പറയുന്നത്. പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്നത് എന്താണ്? ഓട്ടംതുള്ളലാണ്. പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്നത് ഓട്ടംതുള്ളലാണ്. അത് ആവിഷ്കരിച്ചത് കുഞ്ചൻ നമ്പ്യാരാണ്. കേരളത്തിന്റെ തനത് നൃത്തകലയാണ് മോഹിനിയാട്ടം എന്നറിയപ്പെടുന്നത്. കേരളത്തിന്റെ തനത് നൃത്തകലയാണ് മോഹിനിയാട്ടം.
കേരള നടനത്തിന് രൂപം നൽകിയത് ആരാണ്? ഗുരു ഗോപിനാഥാണ്. കേരള നടനത്തിന് രൂപം നൽകിയത് ഗുരു ഗോപിനാഥാണ്. കഥകളിയെ അടിസ്ഥാനപ്പെടുത്തി കേരള നടനം എന്ന നാട്യരൂപം ചിട്ടപ്പെടുത്തിയത് ഗുരു ഗോപിനാഥാണ്. എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്? കഥകളിയെ അടിസ്ഥാനപ്പെടുത്തി കേരള നടനം എന്ന നാട്യരൂപം ചിട്ടപ്പെടുത്തിയത് ഗുരു ഗോപിനാഥാണ്. കഥകളി നടനം എന്നറിയപ്പെടുന്ന നൃത്ത രൂപത്തിന്റെ ഇപ്പോഴത്തെ പേരാണ് കേരള നടനം എന്നത്. അപ്പൊ കേരള നടനം മുൻപ് അറിയപ്പെട്ടിരുന്നത് കഥകളി നടനം എന്നാണ്. ജനകീയമാക്കിയ കഥകളി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നൃത്തരൂപവും കേരള നടനമാണ്. ജനകീയമാക്കിയ കഥകളി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നൃത്തരൂപവും കേരള നടനമാണ്. അപ്പൊ ഗുരു ഗോപിനാഥ് നടന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വട്ടിയൂർക്കാവാണ്. തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിലാണ് ഗുരു ഗോപിനാഥ് നടന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. 1987 ഒക്ടോബർ 9 എറണാകുളത്ത് വെച്ച് അരങ്ങിൽ വെച്ചിട്ടാണ് ഗുരു ഗോപിനാഥ് അന്തരിച്ചത്. എപ്പോഴാണ്? 1987 ഒക്ടോബർ 9 എറണാകുളത്ത് വെച്ച് അരങ്ങിൽ വെച്ചിട്ടാണ് ആര് അന്തരിച്ചത്? ഗുരു ഗോപിനാഥ് അന്തരിച്ചത്. നമ്മളിപ്പോ കേരള നടനത്തെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഗുരു ഗോപിനാഥിനെ കുറിച്ച് പറഞ്ഞു. ഗുരു ഗോപിനാഥിന്റെ ആത്മകഥയാണ് എന്റെ ജീവിത സ്മരണകൾ എന്ന് പറയുന്നത്. ഈ നാട്യകൽപദ്രുമം എന്ന കൃതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? കൂടിയാട്ടവുമായി ബന്ധപ്പെട്ടതാണ്. കൂടിയാട്ടത്തിന്റെ സമസ്ത വശങ്ങളെയും പറ്റി ശാസ്ത്രീയമായി പ്രതിപാദിക്കുന്ന കൃതിയാണ് നാട്യകൽപദ്രുമം എന്ന് പറയുന്നത്. ആ കൃതിയുടെ കർത്താവ് മാണി മാധവ ചാക്യാരാണ്. ആരാണ്? മാണി മാധവ ചാക്യാരാണ്. മാണി മാധവ ചാക്യാറിന്റെ ജീവചരിത്രം ഏതാണ്? മാധവീയമാണ്. മാണി മാധവ ചാക്യാറിന്റെ ജീവചരിത്രം മാധവീയമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു കൂടിയാട്ടത്തെ കുറിച്ച് പറഞ്ഞപ്പോ എന്ത് പറഞ്ഞു? ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്ത രൂപമാണ് കൂടിയാട്ടം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. അതുപോലെ അഭിനയത്തിന്റെ അമ്മ എന്ന് വിശേഷിക്കപ്പെടുന്ന കേരള കലാരൂപമാണ് കൂടിയാട്ടം എന്ന് പറഞ്ഞു. അതുപോലെ പ്രാചീന സംസ്കൃത നാടകങ്ങളുടെ കേരളീയമായ രംഗാവതരണ രീതിയാണ് കൂടിയാട്ടം എന്ന് പറയുന്നത്. എന്താണ്? കൂത്തമ്പലങ്ങളിലെ രംഗവേദിയിൽ നിലവിളക്കിന് മുൻപിലായി നടന്മാർ അഭിനയിക്കുന്ന കലാരൂപമാണ് കൂടിയാട്ടം. കൂത്തമ്പലത്തിലെ രംഗവേദിയുടെ നിലവിളക്കിന് മുൻപിലായിട്ട് നടന്മാർ അഭിനയിക്കുന്ന കലാരൂപമാണ് കൂടിയാട്ടം എന്ന് പറയുന്നത്. 2000ഓളം വർഷം പഴക്കമുള്ള ഏത് കേരളീയ കലാരൂപത്തെയാണ് വിശ്വ പൈതൃക കലയായി യുനെസ്കോ അംഗീകരിച്ചത് എന്ന് ചോദിച്ചാൽ കൂടിയാട്ടമാണ്. 2001 അടുത്തത് എന്താണ്? അതുപോലെ കൂടിയാട്ടം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് ഏതാണ്? മുടിയേറ്റ്. കേരളത്തിലെ നാടോടി നാടകങ്ങളിൽ അതിപ്രാചീനമായ അനുഷ്ഠാന കലയാണ് മുടിയേറ്റ് എന്നറിയപ്പെടുന്നത്. മുടിയേറ്റ് 2010 യുനെസ്കോയുടെ അംഗീകാരം നേടി. അപ്പൊ ഏതൊക്കെയാണ്? കൂടിയാട്ടം 2001 മുടിയേറ്റ് 2010 യുനെസ്കോയുടെ അംഗീകാരം നേടി. കൂടിയാട്ടത്തിലെ പ്രധാന വാദ്യം ഏതൊക്കെയാണ്? മിഴാവ്, അതുപോലെ ഇടയ്ക്ക, ശംഖ്, കുറുങ്കുഴൽ, കുഴിത്താളം എന്നിവയാണ് മറ്റു വാദ്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഇനി കൊട്ടിപ്പാട്, സേവ, രംഗസോപാനം എന്നിവ ഏതുമായി ബന്ധപ്പെട്ടതാണ്? സോപാന സംഗീതവുമായി ബന്ധപ്പെട്ടതാണ്. കൊട്ടിപ്പാട്, സേവ, രംഗസോപാനം എന്നറിയപ്പെടുന്നത് സോപാനം എന്നറിയപ്പെടുന്നത് സോപാന സംഗീതവുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിന്റെ തനത് സംഗീത ശൈലിയായി അറിയപ്പെടുന്നത് സോപാന സംഗീതമാണ്. ഈ സോപാന സംഗീതത്തിലെ പ്രധാനപ്പെട്ട ശാഖയാണ് അരങ്ങു സംഗീതം എന്നറിയപ്പെടുന്നത്. അരങ്ങു സംഗീതം എന്നറിയപ്പെടുന്നത്. ഇനി ചവിട്ട് നാടകം. ചവിട്ട് നാടകത്തെ കുറിച്ച് പറയുകയാണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ യൂറോപ്യന്മാരുമായ സമ്പർക്കം മൂലമാണ് ചവിട്ട് നാടകം ഇന്ത്യയിലെത്തിയത്, കേരളത്തിലെത്തിയത് എന്ന് പറയാം. അത് കൊണ്ടുവന്ന യൂറോപ്യന്മാരാരാണ്? പോർച്ചുഗീസുകാരാണ്. പറങ്കി നാടകം എന്നറിയപ്പെടുന്ന കലാരൂപമാണ് ചവിട്ട് നാടകം. പറങ്കി നാടകം എന്നറിയപ്പെടുന്ന കലാരൂപമാണ് ചവിട്ട് നാടകം. ഇതിന് പ്രധാന പ്രമേയം എന്ന് പറയുന്നത് ക്രിസ്തുമതവും യൂറോപ്പിന്റെ ചരിത്രവുമാണ്. ക്രിസ്തുമതവും യൂറോപ്പിന്റെ ചരിത്രവുമാണ് ഇതിന്റെ പ്രധാന പ്രമേയമായി വരുന്നത്. ഇനി മുടിയേറ്റിലെ കളത്തിന് ഉപയോഗിക്കുന്ന പഞ്ചവർണ്ണങ്ങളിൽ ഉൾപ്പെടുന്ന വർണ്ണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ചുവപ്പ്, കറുപ്പ്, വെള്ള, പച്ച, മഞ്ഞ. ചുവപ്പ്, കറുപ്പ്, വെള്ള, പച്ച, മഞ്ഞ എന്നിവയാണ് മുടിയേറ്റിലെ കളത്തിന് ഉപയോഗിക്കുന്ന വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. പടയണി. കാച്ചിക്കെട്ട് എന്ന വാദ്യമേളം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? പടയണിയുമായി ബന്ധപ്പെട്ടതാണ്. കാച്ചിക്കെട്ട് എന്ന വാദ്യമേളം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടവയാണ്? പടയണിയുമായി ബന്ധപ്പെട്ടവയാണ്. 12 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന പടയണിയുടെ 1-ാം ദിവസത്തെ ചടങ്ങ് ആരംഭിക്കുന്നത് ഏത് അനുഷ്ഠാനത്തോടെയാണ്? ചൂടുവെപ്പ്. അപ്പൊ ചൂടുവെപ്പ് എന്നുള്ളത് ഏതിൽ വരുന്നതാണ്? പടയണിയിലാണ്. പടയണിയുടെ ആദ്യത്തെ അനുഷ്ഠാനം എന്ന് പറയുന്ന, ആരംഭത്തിൽ ഉള്ള അനുഷ്ഠാനം എന്ന് പറയുന്നതാണ് ചൂടുവെപ്പ് എന്ന് പറയുന്നതാണ്. പടയണി നടക്കുന്നു എന്ന് വിവരം അറിയിക്കുന്നതാണ്
കാച്ചികെട്ട് എന്ന് പറയുന്നത്. കാച്ചികെട്ട് ഏതാണ്? പടയണി നടക്കുന്നു എന്ന് മറ്റുള്ളവരെ അറിയിക്കുന്ന വാദ്യമേളമാണ് കാച്ചികെട്ട് എന്ന് പറയുന്നത്. അതുപോലെ സോപാന സംഗീതത്തിന്റെ പ്രസിദ്ധനായ വ്യക്തിയാണ് നേരളത്ത് രാമപൊതുവാൾ എന്ന് പറയുന്നത്. ഓമനക്കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് രചിച്ചത് ആരാണ്? ഇരയിമ്മൻ തമ്പിയാണ് ഓമന തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് രചിച്ചത്. ഇനി സാംസ്കാരിക സ്ഥാപനങ്ങളെ കുറിച്ച് പറയാം. കേരള സംഗീത നാടക അക്കാദമി സ്ഥാപിതമായത് 1958 ഏപ്രിൽ 26-നാണ്. ഇത് തൃശ്ശൂരിലാണ് കേരള സംഗീത നാടക അക്കാദമി സ്ഥാപിച്ചത്. ഇതിന്റെ മുഖമാസികയാണ് കേളി എന്ന് പറയുന്നത്. അപ്പോൾ കേരള സംഗീത നാടക അക്കാദമി 1958 ഏപ്രിൽ 26-ന് തൃശ്ശൂരിലാണ് സ്ഥാപിച്ചത്. അതിന്റെ മുഖമാസികയാണ് കേളി എന്ന് പറയുന്നത്. കേളി ഏതിന്റെയാണ് എന്ന് ചോദിച്ചാൽ അറിയണം, കേരള സംഗീത നാടക അക്കാദമിയുടേതാണ്. അടുത്തത് കേരള സാഹിത്യ അക്കാദമി. കേരള സാഹിത്യ അക്കാദമി രൂപം കൊണ്ടത് 1954 മാർച്ച് 12-നാണ്. ന്യൂഡൽഹി ആസ്ഥാനമായിട്ടാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി രൂപീകരിച്ചത്. കേരള ലളിതകലാ അക്കാദമി എപ്പോഴാണ്? 1962-ലാണ്. കേരള ലളിതകലാ അക്കാദമിയും തൃശ്ശൂരിലാണ്. കേരള ലളിതകലാ അക്കാദമിയും കേരള സംഗീത നാടക അക്കാദമിയും തൃശ്ശൂരിലാണ് സ്ഥാപിച്ചത്. കേരള ഫോക്ലോർ അക്കാദമി എവിടെയാണ്? കണ്ണൂരിലാണ്. 1995 ജൂൺ 28-ന് കണ്ണൂർ ജില്ലയിലെ ചിറക്കലിലാണ് കേരള ഫോക്ലോർ അക്കാദമി സ്ഥാപിതമായത്. ഇതിന്റെ പ്രസിദ്ധീകരണമാണ് പൊലി എന്ന് പറയുന്നത്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് 1968 സെപ്റ്റംബർ 16-ലാണ്. ഇതിന്റെ ആസ്ഥാനം നളന്തയാണ്. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? 1991-ലാണ് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് രൂപം കൊണ്ടത്. ഇതിന്റെ പ്രസിദ്ധീകരണമാണ് തളിര്. ബാലസാഹിത്യം തളിര്, നമ്മള് തളിരിലയുള്ള ചെറുതായിട്ട് വരിക. അപ്പോൾ ബാലസാഹിത്യത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിദ്ധീകരണമാണ് തളിര് എന്ന് പറയുന്നത്. കേരള കലാമണ്ഡലം 1930 നവംബർ 9. ഇതിനാണ് കേരള കലാമണ്ഡലം ഉണ്ടാക്കി നമ്മൾ ഫസ്റ്റ് പറഞ്ഞു വള്ളത്തോളാണെന്ന് പറഞ്ഞു. 1957 കേരള കലാമണ്ഡലത്തിലെ കേരള സർക്കാർ ഏറ്റെടുത്തു. സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിലാണ്. ഇനി ഗുരു ഗോപിനാഥ് നടന ഗ്രാമം 1995 തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിലാണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞു വന്നതാണ്, ഒന്നുകൂടെ പറയുന്നതെന്നുള്ളൂ. ഗുരു ഗോപിനാഥ് നടന ഗ്രാമം 1995 തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിലാണ്. മലയാളം മിഷൻ എപ്പോഴാണ്? 2005-ലാണ്. ഡൽഹിയിൽ ആരംഭിച്ചു. കേരളത്തിൽ അത് 2009 ഒക്ടോബർ 22-ന് നമ്മുടെ മുഖ്യമന്ത്രിയായ VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോഴത്തെ മുഖ്യമന്ത്രിയായ VS അച്യുതാനന്ദൻ 2009-ല് കേരളത്തിൽ അത് ഉദ്ഘാടനം ചെയ്തു. ഏത്? മലയാളം മിഷൻ. മലയാളം മിഷൻ അപ്പോൾ ഡൽഹിയിലുണ്ട്. ഓക്കെ, എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം എന്നതാണ് മലയാളം മിഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി എപ്പോഴാണ് വന്നത്? 1998-ലാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി 1998-ലാണ് വന്നത്. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ 1975 ജൂലൈ 23-നാണ് സ്ഥാപിതമായത്. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ 1975 ജൂലൈ 23-നാണ് സ്ഥാപിതമായത്. പ്രവാസി മലയാളികൾക്ക് മലയാളം ഭാഷാ പഠനത്തിന് അവസരം ഒരുക്കാനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് മലയാളം മിഷൻ എന്ന് പറയുന്നത്. അപ്പൊ മലയാളം മിഷന് എന്തിനാണ്? എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം എന്നതാണ് അതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു. 2009 ജനുവരി 19-നാണ് മലയാളം മിഷൻ രൂപീകരിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയ വർഷം എന്ന് പറയുന്നത്. ഇത് VS അച്യുതാനന്ദനാണ് ഉദ്ഘാടനം ചെയ്തു പറഞ്ഞു. മലയാളം മിഷന്റെ ഉദ്ഘാടനം ആദ്യം എവിടെയായിരുന്നു? ഡൽഹിയിലാണ് എന്ന് പറഞ്ഞു. അതിന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സാണ് മലയാളം മിഷന്റെ സർട്ടിഫിക്കറ്റഡ് കോഴ്സാണ് കണിക്കൊന്ന എന്നറിയപ്പെടുന്നത്. എന്താണ് കണിക്കൊന്ന എന്നറിയപ്പെടുന്നത്? അവരുടെ വിവിധ കോഴ്സുകളുടെ പേരുകൾ എന്തൊക്കെയാണ്? സൂര്യകാന്തി, അതൊരു ഡിപ്ലോമ കോഴ്സാണ്. ആമ്പൽ എന്ന് പറയുന്ന ഹയർ ഡിപ്ലോമയും നീലക്കുറിഞ്ഞി എന്ന് പറയുന്ന സീനിയർ ഹയർ ഡിപ്ലോമയുമാണ്. മലയാളം മിഷന്റെ മുഖപത്രം എന്ന് പറയുന്നത് ഭൂമി മലയാളം എന്നതാണ്. മലയാളം മിഷന്റെ മുഖപത്രം ഭൂമി മലയാളവും വെബ് മാഗസിൻ എന്ന് പറയുന്ന പൂക്കാലമാണ്. വെബ് മാഗസിൻ പൂക്കാലമാണ്. മലയാളം മിഷന്റെ അധ്യക്ഷനായി പ്രവർത്തിക്കുന്നത് കേരള മുഖ്യമന്ത്രിയാണ്. മലയാളം മിഷന്റെ അധ്യക്ഷനായി പ്രവർത്തിക്കുന്നത് കേരള മുഖ്യമന്ത്രിയാണ്. മലയാളം മിഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. മലയാളം മിഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരിലേക്ക് മാറ്റിയത് 1958-നാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. അതിന്റെ ആസ്ഥാനം തൃശ്ശൂരിലേക്ക് മാറ്റിയത് 1958-ലാണ്.
കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സർദാർ KM പണിക്കർ ആയിരുന്നു. ഇനി നമുക്ക് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് നോക്കാം. കേരളത്തിലെ വൈജ്ഞാനിക പുസ്തക പ്രസിദ്ധീകരണ രംഗത്തെ പ്രമുഖ സ്ഥാപനമാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. അത് സ്ഥാപിതമായത് 1968 ഇതിന്റെ മാസിക എന്ന് പറയുന്നത് വിജ്ഞാന കൈരളിയാണ്. ഇതിന്റെ മാസിക എന്ന് പറയുന്നത്. മലയാള സിനിമയുടെ വികസനം ലക്ഷ്യമിട്ട് 1998 രൂപീകൃതമായ സ്ഥാപനമാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, സംസ്ഥാന ടെലിവിഷൻ അവാർഡ് എന്നിവ നൽകുന്ന സ്ഥാപനം കൂടിയാണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി എന്ന് പറയുന്നത്. കേരള ഫോക്ലോർ അക്കാദമി എവിടെയെന്നാണ് നമ്മൾ പറഞ്ഞത്? 1996 കണ്ണൂരിലാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രസിദ്ധീകരണമാണ് പൊലി എന്ന് പറയുന്നത്. അപ്പൊ കേരള ഫോക്ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് പൊലി എന്ന് പറയുന്നത്. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറങ്ങുന്ന മാസികയാണ് തളിര് എന്ന് നമ്മൾ പറഞ്ഞു. തളിര്, ചെറിയ കുട്ടികൾ തളിര് എന്ന് ഓർത്തു വെച്ചാൽ മതി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലാണ് കേരള കലാമണ്ഡലം ഉള്ളത് എന്ന് പറഞ്ഞു. ഏത് പുഴയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ ഭാരതപ്പുഴയുടെ തീരത്താണ് എന്നുള്ളത് കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് വള്ളംകളിയെ കുറിച്ച് നോക്കാം. നമുക്ക് ഇതിനെ കുറിച്ച് നോക്കുമ്പോൾ വള്ളംകളിയും കൂടി നോക്കണം. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി അരങ്ങേറുന്ന നദിയാണ് പമ്പാ നദി. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനമായ ചിങ്ങത്തിലെ ഉത്രട്ടാതി നാളിലാണ് ഈ വള്ളംകളി അരങ്ങേറുന്നത്. അപ്പൊ പമ്പയിലാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത്. മിഥുനം മാസത്തിലെ മൂലം നാളില് ആലപ്പുഴയിൽ നടക്കുന്നതാണ് ചമ്പക്കുളം വള്ളംകളി എന്ന് പറയുന്നത്. ചമ്പക്കുളം വള്ളംകളി മിഥുന മാസത്തിൽ മൂലം നാളിൽ ആലപ്പുഴയിൽ നടക്കുന്നതാണ്. ചമ്പക്കുളം എന്ന് പറയുന്ന പമ്പയുടെ കൈവഴിയാണ്. ചമ്പക്കുളം എന്ന് പറയുന്ന പമ്പയുടെ കൈവഴിയാണ്. കുമരകം ജലോത്സവം എന്നറിയപ്പെടുന്ന വള്ളംകളിയാണ് ശ്രീനാരായണ ജയന്തി വള്ളംകളി. കുമരകം വള്ളംകളി എന്നറിയപ്പെടുന്നത്, കുമരകം ജലോത്സവം എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ജയന്തി വള്ളംകളിയാണ്. അതുപോലെ തന്നെ ഒന്നാം ഓണ ദിവസം നീരേറ്റുപുറത്ത് പമ്പാ നദിയിൽ നടക്കുന്ന ജലോത്സവമാണ് ഉത്രാടം തിരുനാൾ പമ്പാ വെള്ളംകളി എന്ന് പറയുന്നത്. കേരളത്തിലെ ഏത് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് വള്ളസദ്യ എന്ന് പറയുന്നത്? ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ്. പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് എന്ത് നടക്കുന്നത്? വള്ളസദ്യ എന്ന് പറയുന്ന വഴിപാട് നടക്കുന്നത്. കൽപ്പാത്തി രഥോത്സവം അരങ്ങേറുന്ന ജില്ലയാണ് പാലക്കാട്. അത് നമുക്കറിയാം. കൽപ്പാത്തി രഥോത്സവം എവിടെയാണ്? പാലക്കാടാണ്. ഇനി വൈക്കത്തഷ്ടമിയെ കുറിച്ച് നോക്കാം. എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് വൈക്കത്തഷ്ടമി എന്ന് പറയുന്നത്? 12 ദിവസമാണ് വൈക്കത്തഷ്ടമി നീണ്ടു നിൽക്കുന്നത്. 12 ദിവസമാണ് വൈക്കത്തഷ്ടമി നീണ്ടു നിൽക്കുന്നത്. തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ച രാജാവ് ആരാണ്? ശക്തൻ തമ്പുരാൻ. തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ച രാജാവാണ് ശക്തൻ തമ്പുരാൻ എന്നറിയപ്പെടുന്നത്. മടത്തിൽ വരവ് എഴുന്നള്ളത്ത്, പൂരപ്പുറപ്പാട്, ഇലഞ്ഞിത്തറ മേളം, തെക്കോട്ടിറക്കം, കുടമാറ്റം, പകൽപൂരം, ഉപചാരം ചൊല്ലിപ്പിരിയൽ എന്നിവ ഏത് ഉത്സവത്തിന്റെ ഭാഗമായ ചടങ്ങാണ്? തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമായ ചടങ്ങാണ്. ഇത് ഏത് ക്ഷേത്രത്തിലാണ്? പ്രധാന ചടങ്ങുകളെല്ലാം നടക്കുന്നത് വടക്കുംനാഥ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. എവിടെ വെച്ചിട്ടാണ്? വടക്കുംനാഥ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഇവയെല്ലാം നടക്കുന്നത്. ഓടയിൽ നിന്ന് എന്ന കൃതി എഴുതിയത് ആരാണ്? പി കേശവദേവാണ് ഓടയിൽ നിന്ന് എന്ന കൃതി എഴുതിയത്. ആദ്യ വയലാർ അവാർഡ് ജേതാവ് ലളിതാംബിക അന്തർജനമാണ്. അഗ്നിസാക്ഷി എന്ന നോവൽ രചിച്ചത് ലളിതാംബിക അന്തർജനമാണ്. വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന കുമാരനാശാനെ വിശേഷിപ്പിച്ചത് ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ്. മലയാളത്തിലെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്ന കവിയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്ന് പറയുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിന് ബാല്യകാല സഖി പുറത്തിറങ്ങിയത് എപ്പോഴാണ്? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി പുറത്തിറങ്ങിയത് 1944 മലയാളത്തിലെ ആദ്യ നോവലായി പരിഗണിക്കപ്പെടുന്ന കുന്തലതയുടെ കർത്താവ് അപ്പു നെടുങ്ങാടിയാണ്. ആദ്യ നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? കുന്തലതയാണ്. പണ്ടത്തെ ആൾക്കാരൊക്കെ കുന്തല യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആയുധമായിട്ട്. അപ്പൊ കുന്തലതയാണ് ആദ്യത്തെ നോവൽ. അതെഴുതിയത് അപ്പു നെടുങ്ങാടിയാണ്. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത് വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. OV വിജയന്റെ ആദ്യ നോവലായ ഖസാക്കിന്റെ ഇതിഹാസം പുറത്തിറങ്ങിയത് 1969 അപ്പൊ നമുക്ക് ഇതുവരെ നോക്കിയത് ഒന്നുകൂടെ നോക്കാം. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? രാമനാട്ടത്തിൽ നിന്നാണ്. അതിന്റെ ഉപജ്ഞാതാവ് പറയുന്ന ആരാണ്? കൊട്ടാരക്കര തമ്പുരാനാണ്. നളചരിതം ആട്ടക്കഥ എഴുതിയത് ആരാണ്? ഉണ്ണായി വാര്യരാണ്. ഉത്തരാ സ്വയംവരം ആട്ടക്കഥ എഴുതിയത് ഇരയിമ്മൻ തമ്പിയാണ്.
കഥകളിയുടെ മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം ഏതാണ്? ലക്ഷണ ദീപികയാണ്. മുദ്രകളുടെ എണ്ണം എന്ന് പറയുന്നത് 24 കേരള കലാമണ്ഡലം ഏത് കലാരൂപത്തിന്റെ പരിപോഷണവുമായി മുഖ്യമായും ബന്ധപ്പെട്ടിരിക്കുന്ന ഏതിന്റെയാണ്? കഥകളിയുടേതാണ്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? ചെറുതുരുത്തിയാണ്, തൃശ്ശൂരിലാണ്. 1930 ഇത് സ്ഥാപിതമായത്. കഥകളിയുടെ സാഹിത്യ രൂപം ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നാ പറഞ്ഞാൽ ആട്ടക്കഥ എന്നാണ് പറയുന്നത്. അതിലത്തെ വേഷങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൽ പച്ചവേഷം നല്ലതിനെ കുറിച്ചും, കരി എന്ന് പറയുന്നത് തെറ്റ് ദുഷ്ടന്മാരെ കുറിച്ചുള്ളതാണെന്ന് പറഞ്ഞത്, മിനുക്ക് എന്ന് പറയുന്നത് സ്ത്രീകൾക്കും മഹർഷിമാർക്കും ഉള്ള വേഷമാണ് എന്ന് പറഞ്ഞു. ഹനുമാന് വെള്ളത്താടിയാണ് എന്ന് പറഞ്ഞു. കഥകളി നടത്താൻ പോകുന്നു എന്ന് അറിയിക്കുന്ന ചടങ്ങാണ് കേളികൊട്ട് എന്ന് പറയുന്നത്. കഥകളി രംഗത്ത് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ഉടൻ നടക്കുന്ന ചടങ്ങാണ് അരങ്ങുകളി. അവയിലെ ആദ്യത്തെ കഥകളിയിലെ അവതരണത്തിലെ ആദ്യ ചടങ്ങ് എന്ന് പറയുന്നത് പുറപ്പാടാണ്. അവസാന ചടങ്ങ് എന്ന് പറയുന്നത് ധനാശിയാണ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ കഥകളിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് കോഴിക്കോട് മാനവീയൻ രാജാവ് അവതരിപ്പിച്ച കലാരൂപം ഏതാണ്? കൃഷ്ണനാട്ടം എന്ന് പറയുന്നതാണ് കോഴിക്കോട് മാനവീയൻ രാജാവ് പ്രചരിപ്പിച്ച കലാരൂപം എന്ന് പറയുന്നത്. ഇനി കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയെന്നാണ് നമ്മൾ പറഞ്ഞത്? കണ്ണൂരാണ് എന്ന് പറഞ്ഞു. കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂരാണ് പറഞ്ഞു. ലോക ഫോക്ലോർ ദിനമായി ആചരിക്കുന്ന ഓഗസ്റ്റ് 22 ലോക ഫോക്ലോർ ദിനമായി ആചരിക്കുന്നത്. വൃശ്ചിക വ്രതപ്പാട്ട് എന്ന് അറിയപ്പെടുന്ന പാട്ടാണ് ഭദ്രകാളിപ്പാട്ട്. എന്താണ് ഭദ്രകാളിപ്പാട്ട്? മാപ്പിളപ്പാട്ടിലെ വൃത്തരീതിക്ക് പറയുന്ന പേരാണ് ഇശൽ. നമ്മൾ ഇശൽ എന്ന് പറഞ്ഞിട്ടൊക്കെ മാപ്പിളപ്പാട്ടിന്റെ ഓരോ പ്രോഗ്രാം കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ മാപ്പിളപ്പാട്ടിലെ വൃത്തരീതിക്ക് പറയുന്ന പേരാണ് ഇശൽ എന്ന് പറയുന്നത്. തോറ്റം പാട്ടുകളെ ഉള്ളൂർ വിശേഷിപ്പിച്ചത് മണ്ണാർ പാട്ട് എന്നാണ്. എന്താണ് മണ്ണാർ പാട്ട് എന്നാണ്. മൊഹീദ്ദീൻ മാലയുടെ കർത്താവ് ആരാണ്? ഗാസി മുഹമ്മദ് ആണ് മൊഹീദ്ദീൻ മാലയുടെ കർത്താവ് എന്ന് പറയപ്പെടുന്നത്. മാപ്പിള രാമായണം പ്രചാരത്തിലുണ്ടായിരുന്ന പ്രദേശമാണ് വടകര. എന്ന് പറയുന്നത്. കമ്മാളന്മാരുടെ കല എന്നറിയപ്പെടുന്ന കലാരൂപമാണ് ഐവർ നാടകം. തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കുന്ന രംഗവേദി അറിയപ്പെടുന്നത് ഏതാണ് പേരിലാണ്? കൂത്തുമാടം എന്നാണ് അറിയപ്പെടുന്നത്. പോർച്ചുഗീസുകാരുടെ സംഭാവനയായി കരുതപ്പെടുന്ന കേരള കലാരൂപമാണ് ചവിട്ട് നാടകം എന്ന് പറയുന്നത്. സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണ്? യക്ഷഗാനമാണ്. അടുത്തത് കായികത്തെ കുറിച്ച് നോക്കുക. സംസ്ഥാന കായിക ദിനം ഒക്ടോബർ 13 GV രാജയുടെ ജന്മദിനമാണ് ഒക്ടോബർ 13 എന്ന് പറയുന്ന. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരമാണ് PT ഉഷ. ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് PT ഉഷ. അത് ഏത് ഇയറിലായിരുന്നു? 1984 തുടർച്ചയായി 4 ഒളിമ്പിക്സിലും 4 ഏഷ്യൻ ഗെയിംസിലും പങ്കെടുത്ത വനിതയാണ് ഷൈനി വിൽസൺ. 4 ഒളിമ്പിക്സ് 4 ഏഷ്യൻ ഗെയിംസ്. ഷൈനി വിൽസൺ. ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ വനിത എന്ന് പറയുന്നത് PT ഉഷ. 1984 ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത സ്വർണം നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വനിതയാണ് MD വത്സമ എന്ന് പറയപ്പെടുന്നത്. ആദ്യത്തെ വനിത ആരാണ്? കമൽജിത്ത് സന്ധു ആണ്. കോമൺവെൽത്ത് ഗെയിംസിലേക്ക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് അഞ്ജു ബോബി ജോർജ് എന്ന് പറയുന്നത്. മലപ്പുറം എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരമാണ് KD ഇർഫാൻ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി CK ലക്ഷ്മൺ. തിരുവല്ല പാപ്പൻ എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരമാണ് TM വർഗീസ്. ഇന്ത്യൻ ഫുട്ബോളിലെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന ആരാണ്? അത് നമുക്ക് എല്ലാവർക്കും അറിയാം, IM വിജയനാണ്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ഫുട്ബോളറും IN വിജയനാണ്. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ഹോക്കി താരമാണ് മേജർ ധ്യാൻചന്ദ്. ഇന്ത്യയുടെ ആദ്യ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? വിശ്വനാഥ് ആനന്ദ്. ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് അഭിനവ് ബിന്ദ്ര. പറക്കും സിംഗ് എന്നറിയപ്പെടുന്ന മിൽഖ സിംഗ് ആണ്. രാജ്യങ്ങൾ അവരുടെ കായിക വിനോദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ രാജ്യങ്ങളിൽ കായിക വിനോദങ്ങൾ, ഇന്ത്യയുടെ കായിക വിനോദമായതാണ് ഹോക്കി. അഫ്ഗാനിസ്ഥാന്റെ ബുസ്കാഷി എന്ന് പറയുന്നതാണ്. ചൈനയുടെ ടേബിൾ ടെന്നീസ് ആണ്. ചൈന ടേബിൾ ടെന്നീസ്. ഭൂട്ടാൻ അമ്പെയ്ത്ത്. ചൈന ടേബിൾ ടെന്നീസ്. ഇറാന് ഗുസ്തി. ഇറാന്റെയാണ് ഗുസ്തി എന്ന് പറയുന്നത്. ക്യൂബയുടെയാണ് ബേസ്ബോള്. USA ഏതാണ്? ബേസ്ബോൾ തന്നെയാണ്. USA ബേസ്ബോൾ ആണ്. ക്യൂബയുടെയും ബേസ്ബോൾ ആണ് വരുന്നത്. ഇംഗ്ലണ്ടിന്റെ ക്രിക്കറ്റ് ആണ്. സ്പെയിന്റെ കാളപ്പോരാണ്. സ്പെയിനിന്റെ ഏതാ വരുന്നത്? കാളപ്പോരാണ് വരുന്നത്. ഓക്കെ, ഇനി പ്രധാന സഞ്ചാര സാഹിത്യ കൃതികളെ കുറിച്ച് നമുക്ക് നോക്കാം. പ്രധാന സഞ്ചാര സാഹിത്യ കൃതികൾ.
ഒരുപാടുണ്ടെങ്കിലും നമ്മൾ കുറച്ച് മാത്രം പറഞ്ഞു പോകുന്നത്, ഒരുപാട് നോക്കില്ല. അപ്പൊ നമുക്ക് അറിയാം പാതിര സൂര്യന്റെ നാട്ടിൽ എന്നുള്ളത് ആരുടെയാണ്? SK പൊറ്റക്കാടിന്റെയാണ്. പാതിര സൂര്യന്റെ നാട്ടിൽ, സിംഹഭൂമി എന്നിവ ആരുടേതാണ്? SK പൊറ്റക്കാടിന്റേതാണ്. മദിരാശി യാത്ര എന്നുള്ളത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെയാണ് മദിരാശി യാത്ര എന്ന് പറയുന്നത്. ബിലാത്തി വിശേഷം ആരുടേതാണ്? KP കേശവമേനോന്റെയാണ് ബിലാത്തി വിശേഷം എന്ന് പറയുന്നത്. എന്റെ കേരളം K രവീന്ദ്രന്റേതാണ്. ശാന്തി മന്ത്രം മുഴങ്ങുന്ന താഴ്വരയിൽ ആരുടേതാണ്? രാജു നാരായണ സ്വാമിയുടേതാണ്. അമേരിക്കൻ തിരശീല തകഴിയുടേതാണ്. തകഴിയുടേതാണ് അമേരിക്കൻ തിരശീല എന്നതാണ്. പ്രധാന സഞ്ചാര സാഹിത്യ കൃതികളാണ്, നോക്കിക്കോണേ. സോവിയറ്റ് നാട്ടിൽ വീണ്ടും എന്നത് KM ജോർജ്. സോവിയറ്റ് നാട്ടിൽ വീണ്ടും KM ജോർജ്. ഇരട്ട മുഖമുള്ള നഗരം എന്നത് ബെന്യാമിന്റേതാണ്. ഇരട്ട മുഖമുള്ള നഗരം എന്നത് ബെന്യാമിന്റേതാണ്. എന്റെ വഴിയമ്പലങ്ങൾ ആരുടേതാണ്? അതും SK പൊറ്റക്കാടിൻ്റെതാണ്. അപ്പൊ SK പൊറ്റക്കാടിന്റെ ഏതൊക്കെയാണ്? എന്റെ വഴിയമ്പലം, പാതിര സൂര്യന്റെ നാട്ടിൽ, സിംഹഭൂമി എന്നിവ SK പൊറ്റക്കാടിൻ്റെതാണ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ആത്മകഥകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ പ്രധാന ജീവചരിത്രങ്ങളുണ്ട്. നാരായണ ഗുരുസ്വാമി എന്ന ജീവചരിത്രം എഴുതിയത് ആരാണ്? MK സാനുവാണ്. വള്ളത്തോൾ എന്ന ജീവചരിത്രം എഴുതിയത് EU അരവിന്ദാശനാണ്. ആരാണ്? EU അരവിന്ദാശൻ. VT ഭട്ടതിരിപ്പാട് എന്നത് എഴുതിയത് സുഭദ്ര സതീശനാണ്. നാരായണ ഗുരു എന്നത് എഴുതിയത് PK ബാലകൃഷ്ണൻ. ഇവൻ എന്റെ പ്രിയ CJ എന്നത് എഴുതിയത് ആരാണ്? റോസി തോമസ് ആണ്. റോസി തോമസ്. അസ്ഥികൾ പൂക്കുമ്പോൾ എന്നത് എഴുതിയത് S ഗുപ്തൻ നായരാണ്. അതുപോലെ ചോരമണ്ണിലെ സഹന ജീവിതം എന്നത് എഴുതിയത് A അഷറഫ് ആണ്. A അഷറഫ്. നായനാരുടെ ജീവിതകഥ എന്നത് പയ്യന്നൂർ കുഞ്ഞിരാമൻ എഴുതിയതാണ്. നായനാരുടെ ജീവിതകഥ എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് ആത്മകഥകൾ നോക്കാം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തിലേക്ക് അല്ല, അടുക്കളയിൽ നിന്ന് പാർലമെന്റിലേക്ക് എന്നത് എഴുതിയത് ഭാരതി ഉദയഭാനു ആണ്. അരങ്ങു കാണാത്ത നടൻ എഴുതിയത് തിക്കോടിയനാണ്. അരങ്ങും അണിയറയും എന്നത് കലാമണ്ഡലം കൃഷ്ണൻ നായരുടെ ആത്മകഥയാണ്. ആത്മകഥ എന്ന് പേരുള്ള ആത്മകഥ ആരുടെയൊക്കെയാണ് എന്ന് നോക്കാം. 1 EMS, 2 സർദാർ KM പണിക്കർ, ജോസഫ് ചാഴിക്കാട്. ഈ 3 പേരുടെയും ആത്മകഥ എന്ന് തന്നെയാണ് പേരുള്ളത്. ആത്മകഥയ്ക്ക് ഒരു ആമുഖം ലളിതാംബിക അന്തർജനം. അപ്പൊ ആത്മകഥയ്ക്ക് ഒരു ആമുഖം ലളിതാംബിക അന്തർജനം. എന്റെ നാടക സ്മരണകൾ PJ ആന്റണി. എന്റെ ജീവിത സ്മരണകൾ ആരുടെയാണ്? മന്നത്ത് പത്മനാഭൻ. അതുപോലെ തന്നെയാണ് ഗുരു ഗോപിനാഥിന്റെയും എന്റെ ജീവിത സ്മരണകൾ എന്ന് തന്നെയാണ്. എന്റെ ജീവിത കഥ എന്നുള്ളത് AK ഗോപാലന്റെയും SP പിള്ളയുടേതാണ്. ഒരേ പേരുള്ള പലരും എഴുതിയിട്ടുണ്ട് ഒരേ പേരിൽ തന്നെ. അതുകൊണ്ട് അത് 2 പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. എന്റെ ജീവിതം അരങ്ങിലും അണിയറയിലും ആരുടേതാണ്? കലാമണ്ഡലം കൃഷ്ണൻ നായരുടേതാണ്. എന്റെ കലാജീവിതം എന്നത് PJ ചെറിയാന്റേതാണ്. എന്റെ കഥ എന്നത് ആരുടേതാണ്? മാധവിക്കുട്ടി. എന്റെ വക്കീൽ ജീവിതം ആരുടേതാണ്? തകഴിയുടേതാണ്. എന്റെ വക്കീൽ ജീവിതം എന്ന് പറയുന്നത് 1114 കഥ എന്നത് ആരുടേതാണ്? അക്കാമ ചെറിയാന്റേത്. ജീവിത സ്മരണകൾ IC ചാക്കോ. ജീവിതം ഒരു സമരം എന്നത് 1114 കഥ എന്നതും അക്കാമ ചെറിയാന്റെ തന്നെയാണ്. കണ്ടൽ കാടുകൾക്കിടയിൽ എന്റെ ജീവിതം എന്നത് കല്ലേൽ പൊക്കുടന്റേതും. കണ്ണീരും കിനാവും എന്നത് VT ഭട്ടതിരിപ്പാടിന്റെയും കവിയുടെ കാൽപ്പാടുകൾ എന്നത് P കുഞ്ഞിരാമൻ നായരുടെ കഥകളുമാണ്, ആത്മകഥയുമാണ്. അടുത്തത് നമുക്ക് എഴുത്തുകാരും അവരുടെ തൂലികാ നാമങ്ങളും കൂടി നോക്കാം. ഓക്കെ, ചെറുകാട് എന്നറിയപ്പെടുന്ന ആരാണ്? C ഗോവിന്ദ പിഷാരടിയാണ്. ചെറുകാട് എന്നറിയപ്പെടുന്നത് C ഗോവിന്ദ പിഷാരടിയാണ്. കപിലൻ എന്നറിയപ്പെടുന്ന K പത്മനാഭൻ നായരും. കുറ്റിപ്പുഴ എന്നറിയപ്പെടുന്ന കൃഷ്ണപിള്ളയാണ്. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. കേസരി ബാലകൃഷ്ണപിള്ള. അങ്ങനെ പഠിത്തതിന് ഒപ്പം പറഞ്ഞാൽ മതി. പവനൻ PV നാരായണൻ നായർ. പ്രേംജി MP ഭട്ടതിരിപ്പാട്. അപ്പൊ പ്രേംജി എന്നറിയപ്പെടുന്ന ആരാണ്? MP ഭട്ടതിരിപ്പാടാണ്. MRB എന്നറിയപ്പെടുന്നത് M രാമൻ ഭട്ടതിരിപ്പാടാണ്. M രാമൻ ഭട്ടതിരിപ്പാട് MRB എന്നും. പ്രേംജി എന്നറിയപ്പെടുന്നത് MP ഭട്ടതിരിപ്പാടുമാണ്. അക്കിത്തം അച്യുതൻ നമ്പൂതിരി. MP അപ്പൻ M പൊന്നപ്പൻ. അപ്പൻ പൊന്നപ്പൻ. തിക്കൊടിയൻ കുഞ്ഞനന്ദൻ നായർ. P കുഞ്ഞിരാമൻ നായർ. ഉബൈദ് എന്നറിയപ്പെടുന്നത് അബ്ദുറഹ്മാൻ സാഹിബ്. സുമംഗല ലീല നമ്പൂതിരിപ്പാട്. കൽക്കി R കൃഷ്ണമൂർത്തി. കോഴിക്കോട്
കെ അപ്പുക്കുട്ടൻ നായർ എന്നിവരുടേതൊക്കെയാണ്. മലയാളത്തിലെ പ്രധാന ഇമ്പോർട്ടന്റ് ആയത് മാത്രം പറയുന്നുള്ളൂ, ഒരുപാട് പറയുന്നില്ല. കുറ്റിപ്പുറം കേശവ നായർ, ഞാൻ ഈ കുറ്റിപ്പുറം എന്ന് പറയുന്നതാണ് അവരുടെ തൂലികാനാമം, ഒന്നിച്ച് പറയുന്നത് ആ ഓർഡറിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. കുറ്റിപ്പുറം കേശവൻ നായർ, ബോധേശ്വരൻ കേശവപിള്ള. കുറ്റിപ്പുറം കേശവൻ നായരും ബോധേശ്വരൻ കേശവ പിള്ളയുമാണ്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. കാക്കനാടൻ ആരാണ്? ജോർജ് വർഗീസ്. കാക്കനാടൻ എന്നറിയപ്പെടുന്നത് ജോർജ് വർഗീസ് ആണ്. കോവിലൻ വി അയ്യപ്പൻ. കട്ടക്കയം ചെറിയാൻ മാപ്പിള. തോപ്പിൽ ബാസി ഭാസ്കരപിള്ള. പാറപ്പുറത്ത് ഇ.കെ. മത്തായി. പാറപ്പുറത്ത് മത്തിയിട്ടിരിക്കുന്നു എന്ന് അർത്ഥം കിട്ടുന്നത്. പാറപ്പുറത്ത് ഇ.കെ. മത്തായി. പി.കെ. നാരായണപിള്ള. ബെന്യാമിൻ ആരാണ്? ബെന്നി ഡാനിയൽ ആണ്. ബെന്നി ഡാനിയൽ ആണ്. ജി എന്നറിയപ്പെടുന്നത് ജി ശങ്കരക്കുറുപ്പാണ്. ഇനി ഇവരുടെ അപരനാമങ്ങളും കൂടി നോക്കാം. കേരള വാൽമീകി എന്നറിയപ്പെടുന്ന ആരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ്. വള്ളത്തോളില് വെള്ളത്തില് വാലുള്ള മീനിങ്ങനെ ഓടുന്നു എന്ന് ഓർത്താൽ മതി. കേരള വാൽമീകി, വള്ളത്തോൾ നാരായണ മേനോൻ. കേരള ഇബ്സൺ എന്നറിയപ്പെടുന്ന ആരാണ്? കൃഷ്ണപിള്ളയാണ്. ഇബ്സൺ എന്നറിയപ്പെടുന്നത് കൃഷ്ണപിള്ളയാണ്. കേരള മോപ്പസാം തകഴി ശിവശങ്കരപിള്ള. കേരള പാണിനി A.R. രാജവർമ്മയാണ്. ഈ രാജാക്കന്മാർക്ക് പണിയില്ലല്ലോ, അവർക്ക് ഏൽപ്പിച്ചാൽ മതിയല്ലോ, അപ്പൊ പണിയില്ലാത്തവൻ പാണിനി. A.R. രാജവർമ്മ. കേരള കാളിദാസൻ ആരാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. കാളിദാസൻ ഒരു കോഴിയായിരുന്നു എന്നുള്ള ലെവലിൽ ഓർത്ത് വെക്കുക. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ഓർക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. കേരള കാളിദാസൻ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കേരള തുളസീദാസ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. കേരള ചോസൻ ചീരാമ കവി. കേരള ഹോമർ എന്നറിയപ്പെടുന്ന അയ്യപ്പിള്ള ആശാന്. കേരള ഹെമ്മിംഗ്വേ M.T. വാസുദേവൻ. അപ്പൊ M.T. അറിയപ്പെടുന്ന എന്താണ്? കേരള ഹെമ്മിംഗ്വേ എന്നാണ്. അടുത്തത് പൂന്താനം നമ്പൂതിരി എന്താ അറിയപ്പെടുന്നത്? കേരള സൂർദാസ് എന്നാണ്. പൂന്താനം നമ്പൂതിരി കേരള സൂർദാസ് എന്നറിയപ്പെടുന്നു. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് C.V. രാമൻ പിള്ളയാണ്. കേരള ടെന്നീസൺ അറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ തന്നെയാണ്. ടെന്നീസൺ എന്നും കേരള വാൽമീകി എന്നറിയപ്പെടുന്ന വള്ളത്തോൾ നാരായണ മേനോനാണ്. കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഒരുപാട് പുഷ്പിക്കുന്നവരില്ല, ONV കുറുപ്പാണ്. മലയാളത്തിന്റെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്ന ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോൺ ഗന്ധർ എന്നറിയപ്പെടുന്ന മലയാളത്തിൽ S.K. പൊറ്റക്കാടാണ്. വിപ്ലവ കവിയാണ് വയലാർ രാമവർമ്മ. ആശയ ഗംഭീരനാരാണ്? കുമാരനാശാൻ. ഉജ്ജ്വല ശബ്ദാഢ്യൻ എന്നറിയപ്പെടുന്നത് ഉള്ളൂരാണ്. ഉജ്ജ്വല ശബ്ദാഢ്യൻ എന്നറിയപ്പെടുന്ന ഉള്ളൂരാണ്. നിളയുടെ കവി പി കുഞ്ഞിരാമൻ നായരും കഥാകാരൻ M.T. വാസുദേവൻ നായരാണ്. നിളയുടെ കവി പി കുഞ്ഞിരാമൻ നായർ, കഥാകാരൻ M.T. വാസുദേവൻ നായർ. മാതൃത്വത്തിന്റെ കവിയാണ് ബാലാമണിയമ്മ. ഋതുക്കളുടെ കവിയാണ് ചെറുശ്ശേരി. ഉജ്ജ്വല ശബ്ദാഢ്യൻ എന്നത് ഉള്ളൂരാണ് എന്ന് പറഞ്ഞു. അപ്പൊ ശബ്ദ സുന്ദരനാരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ്. ഉജ്ജ്വല ശബ്ദാഢ്യൻ ഉള്ളൂരും ശബ്ദ സുന്ദരൻ എന്നറിയപ്പെടുന്ന വള്ളത്തോൾ നാരായണ മേനോനുമാണ്. മലയാളത്തിലെ മിസ്റ്റിക് കവി എന്നറിയപ്പെടുന്നത് ജി ശങ്കരക്കുറുപ്പാണ്. ഇനി ഒരുപാടില്ല, ചെറുതായിട്ട് എഴുത്തുകാരുടെ കൃതികളെ പറ്റിയിട്ടുള്ള പറഞ്ഞാൽ അക്കിത്താൻ അച്യുതൻ നമ്പൂതിരിയുടെ കൃതിയാണ് 20-ാം നൂറ്റാണ്ടിലെ ഇതിഹാസം, ഉപനയനം, ബലിദർശനം, പിന്നെ മധുവിധു, മേൽശാന്തി എന്നിവ. അതുപോലെ ഉറൂബിന്റെ കൃതിയാണ് നീലവൃക്ഷം, മല്ലനും മരണവും, തുറന്നിട്ട ജാലകം, തേൻമുള്ളുകൾ, അപ്പുവിന്റെ ലോകം, ഉറൂബിന്റെ കുട്ടിക്കഥകൾ എന്നിവയെല്ലാം ഉറൂബിന്റെ കൃതികളാണ്. C.V. രാമൻ പിള്ളയുടെ കൃതിയാണ് ധർമ്മരാജ, പാപി ചെല്ലുന്നിടം, പാതാളം, മാർത്താണ്ഡവർമ്മ, പത്തവിലാസം, ബഹദൂർ, വിദേശീയ മേധാവിത്യം എന്നിവ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഏതൊക്കെയാണ്? എന്റെ പോപ്പാക്കാര ആനയുണ്ടായിരുന്നു, ബാല്യകാല സഖി, പിന്നെ ഭാർഗവി നിലയം, ഭൂമിയുടെ അവകാശികൾ, മതിലുകൾ, മരണത്തിന്റെ നിഴൽ, പിന്നെ ഏതൊക്കെയാണ് വരുന്നത്? ജന്മദിനം, അന്തിമ കാഹളം, വിഡ്ഢികളുടെ സ്വർഗം, വിശപ്പ് എന്നിവ വൈക്കം മുഹമ്മദ് ബഷീറിന്റേതാണ്. ലളിതാംബിക അന്തർജനത്തിൻ്റെതാണ് അഗ്നിസാക്ഷി, അഗ്നിപുഷ്പങ്ങൾ, ഓണക്കാഴ്ച, കണ്ണീരിന്റെ പുഞ്ചിരി എന്നിവ. അത് മാത്രമല്ല ഒരുപാടുണ്ട്. അവരുടെയൊക്കെ കൃതികൾ നോക്കുകയാണെന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് 2-3 മാത്രം പറഞ്ഞിട്ട് പോകുന്നത്. K.P. അപ്പൻ്റെതാണ് ശോഭിക്കുന്നവരുടെ സുവിശേഷം എന്നത്. K.R. മീരയുടെ എന്തൊക്കെയാണ് വരുന്നത്? സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, മഴയിൽ പറക്കുന്ന പക്ഷികൾ,
മീരയുടെ നോവലുകൾ മീര സാധു, മോഹമഞ്ഞ, ആവേ മരിയ, എന്റെ ജീവിതത്തിലെ ചിലർ. ജി ശങ്കരപിള്ളയുടേതാണ് എന്ത് വരുന്നത്? കിരാതം, വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു എന്നിവ. ജി ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴൽ, ജോസഫ് മുണ്ടശ്ശേരിയുടെ കരിന്തിരി, കാവ്യപീഠിക, മാറ്റൊലി, എന്തിന് മാറ്റൊലി, മാനദണ്ഡം എന്നിവയൊക്കെ. തകഴി ശിവശങ്കരപിള്ളയുടേതാണ് അനുഭവങ്ങൾ, പാളിച്ചകൾ. തിക്കോടിയന്റെ ഏതാണ്? നമ്മൾ പറഞ്ഞു അരങ്ങ് കാണാത്ത നടൻ എന്നതാണ് എന്ന് പറഞ്ഞു അല്ലെ. തിക്കോടി, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഇവരുടെയൊക്കെ പേര് പറയുമ്പോൾ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഇതിൽ നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ നിൽക്കുന്നില്ല. ഇനി നമുക്ക് ജ്ഞാനപീഠത്തെ കുറിച്ചും കൂടി പറഞ്ഞിട്ട് വേഗം പോവാം. ഓക്കെ, നമ്മുടെ ജ്ഞാനപീഠം നേടിയ 6 മലയാളികൾ ആരൊക്കെയാണ്? ജി ശങ്കരക്കുറുപ്പ്, എസ്.കെ. പൊറ്റക്കാട്, തകഴി ശിവശങ്കരപിള്ള, എം.ടി. വാസുദേവൻ നായർ, ONV കുറുപ്പ്, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അപ്പോൾ ജി ശങ്കരക്കുറുപ്പ്, എസ്.കെ. പൊറ്റക്കാട്, തകഴി ശിവശങ്കരപിള്ള, എം.ടി. വാസുദേവൻ നായർ, ONV കുറുപ്പ്, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് കിട്ടിയത്. ജി ശങ്കരക്കുറുപ്പിന് ആദ്യം കിട്ടിയത് 1965 ഓടക്കുഴലിനാണ്. എസ്.കെ. പൊറ്റക്കാടിന് ഒരു ദേശത്തിന്റെ കഥ എന്നിവയ്ക്കും, തകഴി ശിവശങ്കരപിള്ളയ്ക്ക് കയർ എന്നതിനുമാണ്. ബാക്കിയുള്ളവർക്ക് മൊത്തത്തിലുള്ള സാഹിത്യ സംഭാവന എന്നീ രീതിയിലാണ് ബാക്കിയുള്ളവർക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു ജി ശങ്കരക്കുറുപ്പിനാണ് ഓടക്കുഴൽ എന്ന കൃതിക്കാണ് എന്ത് കിട്ടിയത് എന്ന് പറഞ്ഞു? ആദ്യത്തെ ജ്ഞാനപീഠം പുരസ്കാരം കിട്ടിയത് എന്ന് പറഞ്ഞു. 1965 ജ്ഞാനപീഠം അവാർഡ് നൽകി തുടങ്ങിയത്. അപ്പോൾ തന്നെയാണ് ജി ശങ്കരക്കുറുപ്പിന് അവാർഡ് കിട്ടിയത്. വാഗ്ദേവതയുടെ വെങ്കല ശില്പവും പ്രശസ്തി പത്രവും 11 ലക്ഷം രൂപയുമായിരുന്നു ആരംഭകാലത്ത് ഇവയുടെ പുരസ്കാര തുക എന്ന് പറയുന്നുണ്ടായിരുന്നത്. ഇനി ജ്ഞാനപീഠം അവാർഡ് നേടിയ ഏക ഇംഗ്ലീഷ് എഴുത്തുകാരൻ ആരാണ്? അമിതാഭ് ഘോഷ് ആണ്. ആരാണ്? അമിതാഭ് ഘോഷ് ആണ്. 2021 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് എന്ന് പറയുന്ന കൊങ്കിണി സാഹിത്യകാരനായ ദാമോദരൻ മൗസോയാണ്. ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ അവ ഏതൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിന്റെ ദേശീയ ഉത്സവം ഏതാണ്? ഓണമാണ്. കേരളത്തിന്റെ ദേശീയ ഉത്സവം എന്ന് പറയുന്നത് ഓണമാണ്. കേരളത്തിന്റെ ദേശീയ ഉത്സവം ഓണം. ചിങ്ങമാസത്തിൽ ചിങ്ങം 1 ഇത് നടക്കുന്നത്. 1961 കേരള സംസ്ഥാന ആഘോഷമായി ഓണത്തിനെ പ്രഖ്യാപിച്ചത് 1961 കേരള ദേശീയ ഉത്സവം ഓണമാണ്. ചിങ്ങം 1 ഇത് ആഘോഷിക്കുന്നത്. കേരളത്തിലെ പ്രധാന ഗ്രീഷ്മകാലോത്സവം ഏതാണ്? വിഷു ആണ്. നമുക്കറിയാലോ, വേനൽക്കാലത്ത് വിഷു എന്ന് പറയുന്ന ഏപ്രിൽ മാസങ്ങളിലൊക്കെ അല്ലേ ഉണ്ടാവുക. അപ്പൊ കേരളത്തിലെ പ്രധാന ഗ്രീഷ്മകാല ഉത്സവം എന്ന് പറയുന്നത് വിഷു ആണ്. എല്ലാ വർഷവും മേടമാസം 1-ാം തീയതിയാണ് വിഷു എന്നറിയുന്നത്. മേടത്തിന് മേടുരുകും എന്ന് പറയില്ല, അത്രയും ചൂടായിരിക്കാന്ന് പറയും. അതാണ് ചൂടുകാലത്തെ ഉത്സവമാണ് എന്ത്? വിഷു എന്ന് പറയുന്നത്. റംസാൻ ഹിജ്റ വർഷപ്രകാരം 9-ാം മാസത്തിൽ 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന വ്രതാനുഷ്ഠാന കാലയാണ് റംസാൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം 30 ദിവസത്തോളം അവർ നോൽമ്പെടുത്തതിന് ശേഷമാണ് അവര് പെരുന്നാൾ ആഘോഷിക്കാറ്. ക്രിസ്തുവിന്റെ ജന്മദിനമായ ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ഈ ഹിജ്റ വർഷം പെരുന്നാളൊക്കെ മാറി വരും, കറക്റ്റായിട്ട് ഒരേ സമയത്ത് വരണമെന്നില്ല. പക്ഷെ ക്രിസ്മസ് എപ്പോഴാണ്? ഡിസംബർ 25 ക്രിസ്തുവിന്റെ ജന്മദിനത്തിനാണ്. ഇനി പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്ന തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ച കൊച്ചി രാജാവാരാണ്? ശക്തൻ തമ്പുരാനാണ്. മേടമാസത്തിലെ പൂരം നാളിലാണ് ഇത് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ പൂരത്തിനെ കുറിച്ച്, തൃശ്ശൂർ പൂരത്തിനെ കുറിച്ച് ഒരുവിധം കുറേ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലിംഗം 4 വിധമാണ് കേട്ടോ. ഏതൊക്കെയാണ്? പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസക ലിംഗം, സാമാന്യ ലിംഗം എന്നിവയാണ്. പുരുഷ ജാതിയെയാണ് പുല്ലിംഗം എന്ന് പറയുന്നത്, ആണുങ്ങളെയാണ് പുല്ലിംഗം എന്ന് പറയുന്നത്. സ്ത്രീകളെയാണ്, പെണ്ണുങ്ങളെയാണ് എന്ത് പറയുന്നത്? സ്ത്രീലിംഗം എന്ന് പറയുന്നത്. നപുംസക ലിംഗം എന്ന് പറയുന്നത് എന്താണ്? ഈ സാധനങ്ങളെയാണ്, നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളുടെയാണ് നപുംസക ലിംഗം എന്ന് പറയുന്നത്. ജീവനില്ലാത്ത സാധനങ്ങൾ എന്ന് പറയുന്നത് കല്ല്, മരം, മല അങ്ങനെയുള്ള സാധനങ്ങളിലേക്ക് എന്ത് പറയുന്നത്? നപുംസക ലിംഗം എന്ന് പറയുന്നത്. സാമാന്യ ലിംഗം എന്ന് പറയുന്നത് എന്താണ്? സ്ത്രീ പുരുഷ ജാതികളെ ഒരുമിച്ച് പറയണത്. ഇപ്പൊ കുട്ടി, അല്ലെങ്കിൽ എന്താ മലയാളി, അധ്യാപകർ, പിന്നെന്താണ് ജനങ്ങൾ എന്നൊക്കെ പറയുന്നത് സാമാന്യ ലിംഗത്തെ കുറിച്ചാണ്. സാമാന്യ ലിംഗം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവയൊക്കെയാണ്. അതായത് രണ്ടും വരും എന്നുള്ള രീതിയിലാണ്. നമുക്ക് പ്രധാനപ്പെട്ട സ്ത്രീലിംഗം പുല്ലിംഗത്തിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം, ഒരുപാടല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാം. യാചകന്റെ സ്ത്രീലിംഗമാണ് യാചകി എന്ന് പറയുന്നത്. ജനകന്റെ സ്ത്രീലിംഗമാണ് ജനനി എന്ന് പറയുന്നത്.
ഏകാഗിയുടെ സ്ത്രീലിംഗമാണ് ഏകാകിനി, സന്യാസിയുടെ സന്യാസിനി. എല്ലാത്തിനും നമ്മളെ എഴുത്ത് ഈ ചിഹ്നം വരികയാണ് ചെയ്യുന്നത് കേട്ടോ. പണിക്കാരൻ, പണിക്കാരി, വിദ്യാർത്ഥി, വിദ്യാർത്ഥിനി. അപ്പൊ വിദ്യാർത്ഥി എന്നുള്ളത് സ്ത്രീലിംഗമാണ് വിദ്യാർത്ഥിനി എന്ന് പറയുന്നത്. തമ്പി, തങ്കച്ചി, നമുക്ക് അറിയാം തമിഴില് തമ്പി തങ്കച്ചി എന്നൊക്കെ പറയില്ലേ. മന്ത്രി, മന്ത്രിണി, മന്ത്രി, മന്ത്രിണി. തരുണൻ, തരുണി. ബ്രാഹ്മണൻ, ബ്രാഹ്മണി. ബ്രഹ്മചാരി, ബ്രഹ്മചാരിണി. ഭഗവാൻ, ഭഗവതി. ഗായകൻ, ഗായിക. പിന്നെന്താണ്, ജനയിതാവ്, ജനയിത്രി. വീരൻ, വീര. അധ്യാപകൻ, അധ്യാപിക. ഉത്തമൻ, ഉത്തമ. അപ്പൊ അവിടെ നോക്കി ഉത്തമൻ, ഉത്തമ. കർഷകൻ, കർഷകി. കഠിനൻ, കഠിന. ധീരൻ, ധീര. ഇവൻ, ഇവൾ. ഇടയൻ, ഇടയത്തി. സിംഹം, സിംഹി. സഖാവ്, സഖി. കേമൻ, കേമി. താപസൻ, താപസുനി. നരൻ, നാരി. ഭൂതൻ, ഭൂതി. കമ്മാളൻ, കമ്മാട്ടി. തമ്പുരാൻ, തമ്പുരാട്ടി. കാള, പശു. പൗരൻ, പൗരി. ഇങ്ങനെ പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. ഓക്കെ, നമുക്ക് അടുത്തത് ഇനി ശൈലികള്, ഒറ്റപ്പദം, വിപരീത പദം, അവയും കൂടെ ഒന്ന് നോക്കിയിട്ട് പോകാം. ഒരുപാട് നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് തന്നെ വേഗം വേഗം പറഞ്ഞു പോവുകയാണ്. നമ്മൾ ഈ പിരിച്ചെഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് മാത്രം നോക്കാം. എന്താണ് പറഞ്ഞാൽ, ഈ ഇത്ത് പ്ലസ് ഷ എന്ന് പറഞ്ഞ, ഇത്ത് പ്ലസ് ഷ എന്ന് പറഞ്ഞ വരുന്നത് ഏതാണ്? ച എന്നാ വരിക. എന്താ വരിക? ച എന്നാണ് വരിക കേട്ടാ. അതുപോലെ ഈ ഇത്ത് പ്ലസ് ചായാണ് എന്ത് വരിക? ച എന്ന് പറയാം. അപ്പൊ നമ്മൾ കൂട്ടി എഴുതുമ്പോ നോക്കണം. ഉത്ത് പ്ലസ് ചാരണം, ഉച്ചാരണം. അവിടെ എന്ത് ച വരും? ഇങ്ങനെ അച്ച, ഇങ്ങനത്തെ ച വരും. അപ്പൊ ഇത്ത് പ്ലസ്, ഒരു മിനിറ്റ്, ഇത്ത് പ്ലസ് ഷ എന്നതും ഇച്ച എന്നും, ഇത്ത് പ്ലസ് ച എന്നത് ഇച്ച എന്നും വരും. അതുപോലെ ആ പ്ലസ് ഇ എന്നത് എ എന്ന് വരും, എ എന്ന് വരും. ആ പ്ലസ് ഇ എന്നത് എ എന്നും. അപ്പൊ എന്ത് വരും? ആ പ്ലസ് ഒ എന്നത് എന്ത് വരും? ആ പ്ലസ് ഉ എന്നത് എന്ത് വരും? ഓ എന്ന് വരും. ആ പ്ലസ് ഉ എന്നത് ഓ എന്ന് വരും. അതുപോലെ ഇത്ത് പ്ലസ് ജ എന്നത് എന്ത് വരും? ഇജ എന്ന് നമ്മൾ പിരിച്ചെഴുതുക, ചേർത്തെഴുതുക എന്നീ ഭാഗങ്ങളിലാണ് നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ക്ലാസ് എടുക്കാൻ പോയാൽ അന്നത്തെ ക്ലാസ് അതിലേ പോകും. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയി അത് പറയാണ്ടിരുന്നത്. ഓക്കെ, നമ്മൾ പരമാവധി ഇപ്പൊ തന്നെ സമയം 51 മിനിറ്റോളമായി. നമുക്ക് ഒറ്റപ്പദം കൂടി പറഞ്ഞു നിർത്താം. നമുക്ക് സാധാരണ കേട്ട് വരുന്ന ഒറ്റപ്പദങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ പറയുന്നത്. മകളുടെ ഭർത്താവിന് എന്താ പറയാ? ജാമാതാവ്. മകളുടെ ഭർത്താവിന് എന്താ പറയാ? ജാമാതാവ്. അറിയാനുള്ള ആഗ്രഹമാണ് എന്ത്? ജിജ്ഞാസ എന്ന് പറയുന്നത്. അറിയാനുള്ള ആഗ്രഹമാണ് ജിജ്ഞാസ എന്ന് പറയുന്നത്. പുത്രന്റെ പുത്രനാണ് പൗത്രൻ. പുത്രന്റെ പുത്രനാണ് നമ്മൾ പേരക്കുട്ടി, പേരക്കിടാവ് എന്ന് പറയില്ല, അതാണ് പൗത്രൻ എന്ന് പറയുന്നത്. പുത്രന്റെ ഭാര്യന് എന്താ പറയാ? മരുമകളിന് എന്താ പറയാ? സ്നുഷ എന്നാ പറയാ. സ്നുഷ എന്നാണ് പറയാ. മരുമകളിന് സ്നുഷ എന്നാണ് പറയാ. വേദത്തിൽ ജ്ഞാനമുള്ളവനാണ് വൈദികൻ. വേദത്തിൽ ജ്ഞാനമുള്ളവനാണ് വൈദികൻ എന്നറിയപ്പെടുന്നത്. വിദ്യ അർത്ഥിക്കുന്നവൻ ആരാണ്? വിദ്യാർത്ഥിയാണ്. വിദ്യാർത്ഥിക്കുന്നവൻ വിദ്യാർത്ഥിയാണ്. പഠിക്കാൻ ആഗ്രഹമുള്ളവനാണ് പിപഠിഷു എന്നാണ്. പിപഠിഷു, പഠിക്കാൻ. പിപഠിഷു, ഭക്ഷിക്കാൻ. ബുഭുക്ഷു. മോക്ഷം ആഗ്രഹിക്കുന്നയാളാണ് മുമുക്ഷു എന്ന് പറയുന്നത്. ഗുരുവിന്റെ ഭാവമാണ് ഗൗരവം. ഗുരുവിന്റെ ഭാവമാണ് ഗൗരവം. പുത്രന്റെ പുത്രി എന്താ പറയാ? പൗത്രി എന്ന് പറയാ. പുത്രന്റെ പുത്രിയെ പൗത്രി എന്നും, പുത്രന്റെ പുത്രനെ പൗത്രൻ എന്നുമാണ് പറയാ. പുത്രന്റെ പുത്രനെ പൗത്രൻ എന്നുമാണ് പറയാ. കുടിക്കാനുള്ള ആഗ്രഹമാണ് പിപാശ. പിപാശ എന്ന് പറയുന്നത് ലോകത്തെ സംബന്ധിച്ചത് ലൗകികവും ശരീരത്തെ സംബന്ധിച്ചത് ശാരീരികവുമാണ്. പുരാണത്തെ സംബന്ധിച്ചത് പൗരാണികമാണ്. അതുപോലെ തന്നെ ഇഹലോകത്തെ സംബന്ധിച്ചത് എന്താണ്? ഐഹികമാണ്. ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹികമാണ്. ശിശുവായിരിക്കുന്ന അവസ്ഥയാണ് ശൈശവം എന്ന് പറയുന്നത്. ശിശുക്കളെയാണ് നമ്മൾ എന്ത് പറയാ? ശൈശവം എന്ന് പറയുന്നത്. 3 കവികൾ ചേർന്നതാണ് കവിത്രയം എന്ന് പറയാൻ. നമുക്കറിയാം ആധുനിക കവിത്രയങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ? അതാണ് കവിത്രയം പറഞ്ഞാൽ എന്താണ്? അതിലൊക്കെ എത്ര പേരുള്ളത്? 3 പേരുള്ളത്. അപ്പൊ കവിത്രയം എന്ന് പറയുന്നത് 3 പേരിനെ കുറിക്കുന്നതാണ്.
അക്ഷരജ്ഞാനമില്ലാത്തവൻ, എഴുതാൻ അറിയാത്ത, അക്ഷരം അറിയാത്തവൻ എന്താണ് പറയാ? നിരക്ഷരൻ എന്നാണ് പറയുന്നത്. കേൾക്കുന്ന ആളാരാണ്? ശ്രോതാവാണ്. കേൾക്കുന്ന ആള് ശ്രോതാവും, പറയുന്ന ആള് വക്താവും, കാണുന്ന ആള് പ്രേക്ഷകനുമാണ്. പ്രേക്ഷകനാണ്. കാണുന്ന ആൾ പ്രേക്ഷകൻ ആണ്. കളങ്കമില്ലാത്തവനാണ് നിഷ്കളങ്കൻ എന്ന് പറയുന്നത്. കളങ്കമില്ലാത്തവനാണ് നിഷ്കളങ്കൻ എന്ന് പറയുന്നത്. അതുപോലെ പൂജിക്കപ്പെടേണ്ടവർ ആരാണ്? പൂജ്യന്മാരാണ്. പൂജ്യന്മാർ. ശരീരത്തിന് ജീവനുണ്ടെങ്കിലും ചൈതന്യമില്ലാത്തതിനെയാണ് ജീവച്ഛവം എന്ന് പറയാം. എന്തിനെ പറയാം? ജീവച്ഛവം. സൃഷ്ടിക്കുന്നവനാണ് സൃഷ്ടാവ്. സൃഷ്ടിക്കുന്നവനാണ് സൃഷ്ടാവ് എന്നറിയപ്പെടുന്നത്. അന്യഭാഷയിൽ നിന്ന് ഒരു മാറ്റവും കൂടാതെ സ്വീകരിക്കുന്ന പദമാണ് എന്ത്? തത്സമം എന്ന് പറയുന്നത്. തത്സമം എന്ന് പറയുന്നത്. അടുത്തത് ജനനം മുതൽ മരണം വരെ എന്ന് പറയുന്നതിനെ എങ്ങനെ പറയാ? ആജീവനാന്തം. അതുപോലെ രോഗികളെ ശുശ്രൂഷിക്കുന്നവരാണ് ശുശ്രൂഷിക്കലാണ് ആതുര ശുശ്രൂഷ എന്ന് പറയുന്നത്. ആതുര ശുശ്രൂഷ എന്ന് പറയുന്നത്. ഫലവത്താവാത്തതാണ് വിഫലം. ഫലവത്താവാത്തത് വിഫലവും, ഫലമില്ലാത്തത് നിഷ്ഫലവും. ഫലവത്താവാത്തത് വിഫലവും, ഫലമില്ലാത്തത് നിഷ്ഫലവുമാണ്. ഇനി അതുപോലെ നമ്മൾ ഈ എല്ലാത്തിനെ കുറിച്ച് പറയില്ല, കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ. ആമ്പലിന് പറയുന്ന വേറെ പേരുകൾ ഏതൊക്കെയാണ്? കുമുദം, സാരസം, കൈവരം എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ആമ്പലാണ്. കുമുദം, സാരസം, കൈവരം എന്നറിയപ്പെടുന്നത് ആമ്പലിനെയാണ്. അതുപോലെ ആനയെയാണ് ഗജം, കരി, കുഞ്ചരം എന്നറിയപ്പെടുന്നത് ആനയെയാണ്. ഗജം, കരി, കുഞ്ചരം എന്നറിയപ്പെടുന്ന ആനയാണ്. ആലിനറിയപ്പെടുന്നതാണ് വടവൃക്ഷം, അശ്വത, വൃക്ഷരാജൻ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് വെണ്ണനെയാണ് നവനീതം എന്നറിയപ്പെടുന്നത്. അടിമയാണ് ദാസൻ, ഭൃത്യൻ, സേവകൻ, കിങ്കരൻ എന്നറിയപ്പെടുന്നത്. കടലിൽ എന്തൊക്കെ പറയാ? സാഗരം, ആഴി, പതാരം, സമുദ്രം എന്നറിയപ്പെടുന്ന കടലിനെയാണ്. കണ്ണാടിയെ ദർപ്പണം, ആദർശം, മുകുരം എന്നറിയപ്പെടുന്നു. മഴയാണ് വർഷം, വൃഷ്ടി, മാരി, വർഷണം എന്നറിയപ്പെടുന്നു. വർഷം, വൃഷ്ടി, മാരി, വർഷണം എന്നറിയപ്പെടുന്നത്. അതുപോലെ നക്ഷത്രത്തെയാണ് താരകം, ഉഡു, ഋക്ഷം, ഗജരം, ബാസന്തി, ക്ഷേമം, ദിഷ്ണ്യം എന്നറിയപ്പെടുന്നത്. ജലത്തെ അമ്പു, സിലിലം, അമൃതം, ഉദകം, ജീവനം, തോയം, അപസ്, വാരി, പയസ് എന്നറിയപ്പെടുന്നു. വായുവിന് അനിലൻ, ശ്വസനൻ, സ്പർശനൻ, സമീരൻ, പവനൻ, വാഹകൻ, മാരുതൻ എന്നറിയപ്പെടുന്നു. കാടിനെ കാന്താരം, ഗഹനം, ആരണ്യം എന്നിങ്ങനെയും അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഏകദേശം ഇതോടെ നമുക്ക് ക്ലാസ് നിർത്താം. അപ്പോൾ തന്നെ ക്ലാസ് ഏകദേശം ഒരുപാട് നീണ്ടു പോയിരിക്കുന്നുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് ഒരു തവണ കേട്ടാലൊന്നും മനസ്സിലാവില്ല. നമ്മൾ മലയാള സാഹിത്യമൊക്കെ പഠിക്കാൻ നമുക്കറിയാം അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ തന്നെയാണ്. വീണ്ടും കേട്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ചിലത് നമ്മളിങ്ങനെ ഓരോന്ന് ഒരു ഫോൺ അവിടെ ഓണാക്കി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും കേൾക്കുമ്പോൾ ചില ഏതെങ്കിലും ഒരു ഭാഗം മാത്രം ഇട്ട് വീണ്ടും കേൾക്കുമ്പോൾ നമ്മൾ തന്നെത്താനെ അത് നമ്മളെ മനസ്സിൽ ഉറച്ചു പോകും. അങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് മലയാളത്തെക്കുറിച്ചും മലയാള സാഹിത്യത്തെക്കുറിച്ചും ഒക്കെ പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ മലയാളം എഴുതി പഠിക്കേണ്ടതുണ്ട്. ചില വാക്കുകളുടെ എഴുത്തിൽ വരുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ എഴുതി പഠിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു ക്ലാസ്സുമായി വരുന്നവരെ ഓക്കെ ബൈ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.